നമസ്കാരം. ഇന്ന് ശ്രീരാമന്റെ വനവാസത്തെക്കുറിച്ച് പറയാം. അയോധ്യയുടെ രാജാവായ ദശരഥൻ തന്റെ മൂത്ത പുത്രനായ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് അയോധ്യ മുഴുവൻ ആഘോഷത്തിലായിരുന്നു. എന്നാൽ ആ സമയത്താണ് രാജ്ഞിയായ കൈകേയിയെ അവളുടെ ദാസിയായ മന്ദര തെറ്റായ ചിന്തകളിലേക്ക് നയിച്ചത്. ശ്രീരാമൻ രാജാവായാൽ ഭരതന് രാജ്യം ലഭിക്കില്ലെന്ന് മന്ദര കൈകേയിയെ വിശ്വസിപ്പിച്ചു. അപ്പോൾ കൈകേയി ദശരഥൻ മുമ്പ് നൽകിയ 2 വരങ്ങൾ ആവശ്യപ്പെട്ടു. ആദ്യ വരം, ഭരതനെ അയോധ്യയുടെ രാജാവാക്കണം. രണ്ടാമത്തെ വരം, ശ്രീരാമൻ 14 വർഷം വനവാസത്തിന് പോകണം. ഈ വാക്കുകൾ കേട്ട് ദശരഥൻ തകർന്നു. എന്നാൽ രാജാവ് നൽകിയ വാക്ക് ലംഘിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിതാവിന്റെ വാക്കിനെ ധർമ്മമായി കണ്ട് യാതൊരു പരാതിയും പറയാതെ ശ്രീരാമൻ വനവാസം സ്വീകരിച്ചു. ഭർത്താവിനെ വിട്ടുനിൽക്കില്ലെന്ന് പറഞ്ഞ് സീതാദേവിയും കൂടെ പോകാൻ തീരുമാനിച്ചു. സഹോദരനെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ലെന്ന് പറഞ്ഞ് ലക്ഷ്മണനും അവരോടൊപ്പം വനത്തിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെ ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും അയോധ്യ വിട്ട് വനത്തിലേക്ക് യാത്ര തിരിച്ചു. ഈ 14 വർഷത്തെ വനവാസമാണ് പിന്നീട് രാമായണത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങൾക്ക് തുടക്കമായത്. സീതാ അപഹരണം, ഹനുമാന്റെ ലങ്കായാത്ര, ഒടുവിൽ രാവണവധം ഇവയെല്ലാം ഈ വനവാസത്തിന് ശേഷമാണ് നടന്നത്. ശ്രീരാമൻ നമ്മെ പഠിപ്പിക്കുന്നത് ഏത് സാഹചര്യത്തിലും ധർമ്മവും സത്യവും കൈവിടരുത് എന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. രാമായണത്തിലെ കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. ശ്രീരാമ ജയറാം, ജയ ജയരാം.